അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാനിപ്പോൾ ഇന്ന് സൗദിയിലെ പ്രകാശ ഒരു പ്രധാനപ്പെട്ട കാര്യം കേട്ടോ, ഇതെല്ലാവർക്കും ഷെയർ ചെയ്യാം. സൗദി അറേബ്യയിൽ ഇന്ന് ജോലി ചെയ്യുന്ന ആളുകൾ ജയിൽ മാർഗം നാട്ടിൽ പോയ ആൾക്കാരുണ്ട്, ഉറൂബായി നാട്ടിൽ പോയ ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്ക് ഇവരോടാണ് പറയാനുള്ളത്, ഇവർ നാട്ടിൽ പോയിട്ട് ചില ആളുകൾ പുതിയ വിസയിലേക്ക് വന്നവരുണ്ട്. ഉറൂബായി പോയവരും ജയിൽ മാർഗം ഉംറയ്ക്ക് വന്നിട്ടും മറ്റു പോലൊക്കെ പുതിയ വിസയിൽ വന്ന ആളുകളൊക്കെ ഉണ്ട്. ചിലർ വരാൻ പറ്റാത്തവരുണ്ട്, അവിടുന്ന് ബ്ലാക്ക് ലിസ്റ്റ് ആയവരൊക്കെ ഉണ്ട്. പ്രിൻ്റ് എടുത്ത് നോക്കുമ്പോൾ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു, പക്ഷേ വിസ അടിച്ചാൽ കൊടുത്തത് വിസ അടിച്ച് കിട്ടി. അങ്ങനെ വന്നവരൊക്കെ ഉണ്ട്. ഇവരോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ വന്ന ആളുകൾ എയർപോർട്ടിൽ നിന്ന് കുറച്ച് നേരം അവിടെ മാറ്റി നിർത്തും, 1 മണിക്കൂർ 1.5 മണിക്കൂർ മാറ്റി നിർത്തി ഇറക്കി വിടും. ഇക്കാമ കിട്ടി ഇവിടെ ജോലി തുടരുന്നവരുണ്ട്. ഇവർ 1-2 വർഷം കഴിഞ്ഞ് വീണ്ടും എക്സിറ്റ് അടിച്ച് പോയി മറ്റൊരു വിസയിലേക്ക് വരികയാണെങ്കിൽ അപ്പോൾ അവിടെ ബ്ലാക്ക് ലിസ്റ്റിലാണ്. ആ സമയത്ത് എന്ത് ചെയ്യുക, അവരെ പഴയ പ്രിൻ്റ് ഭസ്മ അത് അവിടെ തെളിഞ്ഞു കാണാണ് അവരെ സിസ്റ്റത്തിൽ. അപ്പോൾ അങ്ങനെ പോകുന്ന ആളുകളാണെങ്കിൽ, പുതിയ വിസയ്ക്ക് പോകുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വീണ്ടും എക്സിറ്റ് അടിച്ച് വരരുത്. നിങ്ങൾ ആ സ്പോൺസർ അടുത്ത് തുടരുകയോ അല്ലെങ്കിൽ മറ്റൊരു സ്പോൺസർ അടുത്ത് സ്പോൺസർഷിപ്പ് മാറി അവിടെ തുടരുകയോ ചെയ്യാം. അല്ലാതെ നിങ്ങൾ എക്സിറ്റ് അടിച്ച് പോയാൽ ഇതേപോലെ ആ ഫിംഗർ പൊങ്ങി വന്ന് വീണ്ടും നിങ്ങൾ ബ്ലാക്ക് ലിസ്റ്റിലാണ് സാഹചര്യത്തിലെത്തും. അപ്പോൾ നിങ്ങൾ ജയിൽ മാർഗം പോയവരും ഉറൂബായി പോയവരും 3 വർഷം 5 വർഷം കഴിഞ്ഞാൽ തിരിച്ചു വരാമെന്ന് വേണ്ട ഒരുപാട് ആൾക്കാർ വരുന്നവരുണ്ട്, വരാത്തവരുണ്ട്. വരുന്ന ആളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വീണ്ടും എക്സിറ്റ് അടിച്ച് പോകരുത്. നിങ്ങൾ പുതിയൊരു സ്പോൺസർ കണ്ടെത്തിച്ചോ ആ സ്പോൺസർ തന്നെ തുടരുക. അല്ല, നിങ്ങൾ എക്സിറ്റ് അടിച്ച് പോയാൽ അവിടെ നിന്ന് പുതിയ വിഷയർക്ക് വരുമ്പോൾ നിങ്ങൾ അവിടെ ബ്ലാക്ക് ലിസ്റ്റായി കാണാം. കാരണം നിങ്ങളെ പഴയ ഫിംഗർ പൊങ്ങിയതായിട്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ കുടുങ്ങിയവരുണ്ട്. ഇന്നലെ ഒരാൾ വിളിച്ചു, ഞങ്ങൾ ഉറൂബായി പോയതായിരുന്നു, 3 വർഷം കഴിഞ്ഞാൽ തിരിച്ചു വന്നു, ഒരു എയർപോർട്ടിൽ 2-3 മണിക്കൂർ നിർത്തി ഇറക്കി വിട്ടു, ഇപ്പോൾ ഇക്കാമ കിട്ടി ഇവിടെ തുടരുന്നു. എനിക്ക് അവരോടൊക്കെയാണ് പറയുന്നത്, നിങ്ങൾ ആ സ്പോൺസറിൽ തുടരുക, അല്ലെങ്കിൽ മറ്റൊരു സ്പോൺസർ കഫാല മറ ഇവിടെ തുടരുക. എക്സിറ്റ് അടിച്ച് പോകരുത്. അങ്ങനെ വന്ന ആളുകൾക്ക് അങ്ങനെ അടിച്ചു പോയാൽ ചിലപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ വീണ്ടും പുതിയ വിസയിൽ വരുമ്പോൾ അവിടെ നിന്ന് നിങ്ങൾ വിസ അടിക്കാൻ കൊടുക്കുമ്പോൾ അവിടെ നിന്ന് ബ്ലാക്ക് ലിസ്റ്റായി കാണും, പഴയ ഫിംഗർ പൊങ്ങി വന്നിട്ട്. മറക്കണ്ട. എന്ത് സംശയം കൊടുക്കാം. അസ്സലാമു അലൈക്കും.